സ്വാഗതം. മഞ്ചേരി ബോയ്സ് സ്കൂളിൽ കലാവിസ്മയങ്ങൾക്ക് തുടക്കം. സർഗധാര 2024 ഉദ്ഘാടനം. പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് സംഗീതത്തിന്റെ ആത്മവിസ്മയം സമ്മാനിച്ച പ്രശസ്ത സൂഫി സിനിമാ ഗായകനായ ഇമാം മജ്ബൂർ അസീസി ഉദ്ഘാടനം നിർവഹിച്ചു. സർഗധാരയുടെ ഉദ്ഘാടനം പ്രശസ്ത സൂഫി സംഗീതജ്ഞനും സിനിമാ പിന്നണി ഗായകനുമായ ഇമാം മജ്ബൂർ അസീസി നിർവഹിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഷീബ ജോസ് സ്വാഗതം ആശംസിച്ചു. കല ലഹരിയാകുമ്പോൾ ജീവിതത്തിലും മനസ്സിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെന്ന് ടീച്ചർ അഭിപ്രായപ്പെട്ടു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫിറോസ് ബാബു അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ TK ജോഷി കലോത്സവ ദിനത്തെ സന്ദേശം നൽകി. വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ യാഷിക് മേച്ചേരി, വാർഡ് കൗൺസിലർ പ്രേമ രാജീവ്, PTA വൈസ് പ്രസിഡന്റ് TM അബ്ദുൽ നാസർ, സ്കൂൾ ചെയർപേഴ്സൺ ഹാഷിർ അബ്ദുൽ ജലീൽ, സ്കൂൾ ലീഡർ ഹാനി ബക്കർ, ഡെപ്യൂട്ടി ലീഡർ അയോണ മരിയ ആൻഡോ, സ്റ്റാഫ് സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ, മണികണ്ഠൻ, കലാമേള ജോയിന്റ് കൺവീനർ ഡോക്ടർ ബബിത KP എന്നിവർ ആശംസകൾ നേർന്നു. കലാമേള കൺവീനർ വിനോദ് V നന്ദി പറഞ്ഞു. സർഗധാര 2024 വേറിട്ട തുടക്കം. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാടിന്റെ കൈത്താങ്ങായി മഞ്ചേരി ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്വരൂപിച്ച 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. സ്നേഹത്തിന്റെയും കലയുടെയും ഒത്തുചേരലായി ഈ കലോത്സവം അരങ്ങേറുകയുണ്ടായി. സർഗധാരയൊഴുകുന്നു കാരുണ്യധാരയായി. മഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം സർഗധാര 24 വേറിട്ട തുടക്കം. പ്രകൃതിയുടെ താളത്തിലെ പൊരുത്തക്കേടുകളിൽ ഉഴറിപ്പോയ വയനാട്ടിലെ ജീവിതങ്ങൾക്ക് കാരുണ്യധാരയായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച് 1 ലക്ഷം രൂപ മഞ്ചേരി തഹസിൽദാർ M മുകുന്ദൻ കലാമേളയുടെ ഉദ്ഘാടന വേദിയിൽ വെച്ച് കുട്ടികൾ കൈമാറി. കേരള മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ SC വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയ മഞ്ചേരി ബോയ്സ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി അതുൽ കൃഷ്ണയെ കലോത്സവ വേദിയിൽ ആദരിച്ചു. കേരള മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ SC വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി അതുൽ കൃഷ്ണയെ ആദരിച്ചു. കലോത്സവത്തിന്റെ 1ാം ദിനം കാഴ്ചക്കാർക്ക് കണ്ണിനും കാതിനും കുളിർമയേകുന്നതായിരുന്നു. കലാപരിപാടികളുടെ വൈവിധ്യവും സൃഷ്ടികളുടെ പുതുമയും പ്രേക്ഷകർക്ക് മനം നിറക്കുന്ന ആസ്വാദനങ്ങൾ സമ്മാനിച്ചു. ആദ്യ ദിനം ബുധനാഴ്ച. മോഹനം സ്റ്റേജ് 1-ൽ ജനറൽ വിഭാഗം ഒപ്പന HSHSS, വൃന്ദവാദ്യം HSHSS, സംഘനൃത്തം UP HSHSS, മൈം HSS, ഇംഗ്ലീഷ് സ്കിറ്റ്, തിരുവാതിര HSHSS എന്നിവയാണ് അരങ്ങേറിയത്. സർഗധാര 2024 കലോത്സവത്തിന്റെ വിശേഷങ്ങളെക്കുറിച്ചും കുട്ടികളുടെ പങ്കാളിത്തത്തെക്കുറിച്ചും പ്രിൻസിപ്പൽ മാഡം ഷീബ ജോസ് വാർത്താവാരത്തോട് പ്രതികരിക്കുന്നു. വിദ്യാർത്ഥികൾ കലോത്സവ വേദിയെ വളരെ മത്സരാത്മകമായ രീതിയിൽ ഉൾക്കൊണ്ടുവെന്ന് പ്രിൻസിപ്പൽ ഷീബ ജോസും വാർത്താവാരത്തോട് പറഞ്ഞു. പരിപാടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. സമ്മാനങ്ങൾ വാരിക്കൊണ്ടിരിക്കുകയാണ്. അതിനായി അവര് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യകരമായ മത്സരമാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇവർക്ക് മുന്നേറാൻ സാധിക്കട്ടെ. സബ് ജില്ലയിലും ജില്ലയിലും സ്റ്റേറ്റിലും തന്നെ എത്താൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. ചില മത്സരങ്ങളിലൊക്കെ ഇനി സാധിക്കട്ടെ എന്ന് കൂടി സർഗധാര 2024 സംസ്കൃതം അറബിക് കലോത്സവം 2-3 വേദികളിലായി നടന്നു. സബ് ജില്ലാ ചാമ്പ്യന്മാരായ മഞ്ചേരി ബോയ്സ് സ്കൂൾ ചാമ്പ്യൻ പട്ടം നിലനിർത്താനുള്ള തയ്യാറെടുപ്പിലാണ്. കഴിഞ്ഞ വർഷത്തെ സബ് ജില്ലാ അറബിക് കലോത്സവത്തിന്റെയും സംസ്കൃത കലോത്സവത്തിന്റെയും ചാമ്പ്യന്മാരായ മഞ്ചേരി ബോയ്സ് ഈ വർഷവും ചാമ്പ്യൻ പട്ടം നിലനിർത്താനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. കലോത്സവത്തിന്റെ ഭാഗമായുള്ള സംസ്കൃത അറബിക് കലോത്സവങ്ങൾ വേദി 2-3കളിലായി നടന്നു. വിദ്യാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ട് മേളകൾ വിപുലമായി. കുട്ടികളുടെ കലാവിസ്മയങ്ങൾ മാറ്റിവെച്ച സർഗധാര 2024
HS വിഭാഗം കലോത്സവം മനോഹരമായ ദൃശ്യങ്ങൾക്ക് സാക്ഷിയായി. Sunshine. സർഗധാര 2024 UP വിഭാഗം കലോത്സവം കലാപ്രതിഭകളുടെ വിസ്മയങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി. UP വിഭാഗം വിദ്യാർത്ഥികളും നിരവധി പരിപാടികളിൽ പങ്കുചേർന്ന് വേദിയെ വർണ്ണശബളമാക്കി. നൃത്ത, സംഗീത, സാഹിത്യ രംഗങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവ് തെളിയിച്ചു. കേരളത്തിൻ്റെ തനത് ലാസ്യനൃത്ത രൂപമായ മോഹിനിയാട്ടത്തിൽ കൊച്ചു പ്രതിഭകൾ അവരുടെ കലാവൈഭവങ്ങൾ മാറ്റുരച്ചു. മീഡിയ ഡെസ്ക്, ലിറ്റിൽ കൈറ്റ്സ്, GBHSS മഞ്ചേരി. സർഗധാര 2024 കലോത്സവം കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടും തികഞ്ഞ അച്ചടക്കം കൊണ്ടും ശ്രദ്ധേയമായി. ഹെഡ്മാസ്റ്റർ TK ജോഷി സർ വാർത്താവാരത്തോട് പ്രതികരിക്കുന്നു. കലോത്സവ പരിപാടികൾ കാണികളുടെ മനം നിറച്ച് അതിഗംഭീരമാക്കി ബോയ്സിന്റെ കുരുന്നുകൾ. കലോത്സവ പരിപാടികളെക്കുറിച്ച് HM വാർത്താവാരത്തോട് പ്രതികരിച്ചു. കുട്ടികളുടെ അച്ചടക്കവും പങ്കാളിത്തവും കൊണ്ട് മേള മികവുറ്റതായി എന്ന് HM അഭിപ്രായപ്പെട്ടു. നമ്മുടെ കലോത്സവ പരിപാടികൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇന്നലെ തുടങ്ങിയതാണ്. ഇന്നലെ ഉദ്ഘാടന സെഷൻ നടന്നു. ഇന്നലെ വളരെ സജീവമായി 4 വേദികളിലായിട്ട് പരിപാടികൾ നടക്കുന്നുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും നൃത്ത ഇനങ്ങളാണ് നടക്കുന്നത്. വളരെ ശക്തമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ വളരെ ഗംഭീരമായി പരിപാടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ അച്ചടക്കത്തോടു കൂടിയാണ് കാര്യങ്ങൾ പോകുന്നത്. കുട്ടികളൊക്കെ വളരെ ആസ്വദിച്ചുകൊണ്ടാണ് കലാമേള കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം നല്ല നിലയിൽ അവസാനിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വളരെ നല്ല അനുഭവം തന്നെ. സർഗധാര 2024 കലോത്സവം കാഴ്ചക്കാർക്ക് പുത്തൻ അനുഭവങ്ങൾ സമ്മാനിച്ചു. കലയുടെയും സംഗീതത്തിന്റെയും സൃഷ്ടികൾ പ്രേക്ഷകരെ ആകർഷിച്ചുകൊണ്ട് മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ചു. ജീവിതമെന്നത് ഓർമ്മകളുടെ സഞ്ചയമാണെന്നിരിക്കെ കൗമാരത്തെ പ്രകമ്പനം കൊള്ളിച്ച് കലയുടെ സാന്നിധ്യം ജീവിതത്തിൻ്റെ മറവിയില്ലാത്ത താളുകളിലേക്ക് എഴുതി ചേർക്കപ്പെട്ടു. സർഗാത്മകതയുടെ അടയാളങ്ങൾ കൊണ്ട് പൂരിതമായ മനസ്സകം ജീവിതത്തെ സമ്പന്നമാക്കട്ടെ. വാർത്തകൾക്കായി ഷെഹസ, മീഡിയ ഡെസ്ക്, GBHSS, ലിറ്റിൽ കൈറ്റ്സ്. വാർത്താവാരം അവസാനിക്കുകയാണ്. വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ചയിലെ വാർത്തകൾക്കായി കാത്തിരിക്കുക. നന്ദി.